IAS തലപ്പത്തെ പോരിൽ അസാധാരണ നീക്കവുമായി എൻ പ്രശാന്ത് IAS. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യ വിമർശനം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം ചീഫ് സെക്രട്ടറിയോട് മറുചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് പോര് ഘടിപ്പിച്ചത്. പരാതിയില്ലാതെ തനിക്കെതിരെ നടപടിയെടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് പ്രധാന ചോദ്യം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, നിയമ നടപടികളുമായി പോകുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ചാർജ് മെമ്മോയ്ക്ക് മറുപടിയായി നൽകുന്നു എൻ പ്രശാന്ത്. എന്താണ് പ്രശാന്തിന്റെ ഉദ്ദേശം? എന്തൊക്കെ ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറിയോട് പ്രശാന്ത് ഉന്നയിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, സർക്കാർ നടപടിയിലെ അപാകത തുറന്നു കാട്ടുകയും അതിനെ നിയമപരമായി നേരിടുകയുമാണ് എൻ പ്രശാന്ത് IASന്റെ അടുത്ത നീക്കം. അതിൻ്റെ ഭാഗമായാണ് ചീഫ് സെക്രട്ടറിക്ക് ചാർജ് മെമ്മോയിൽ വ്യക്തത തേടി അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നത്. ഡിസംബർ 16 ചാർജ് മെമ്മോയിൽ വ്യക്തത ആവശ്യപ്പെട്ട് എൻ പ്രശാന്ത് IAS ഇത്തരം ഒരു കത്ത് നൽകുന്നത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാതി ഇല്ലാതിരുന്നിട്ടും തനിക്കൊരു ചാർജ് മെമ്മോ നൽകുന്ന സാഹചര്യമുണ്ടായത്? മറ്റൊന്ന്, തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേട്ടില്ല? അത് സ്വാഭാവിക നീതിയുടെ ലംഘനമല്ലേ എന്ന ചോദ്യമാണ് പ്രശാന്ത് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, തന്നെ സസ്പെൻഡ് ചെയ്യാനായി ചൂണ്ടിക്കാണിച്ച കാരണം നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണമാണ്. ആ നവമാധ്യമ പ്രതികരണങ്ങളുടെ FB പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നത്? ഏതെങ്കിലും സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണോ അതിന് സ്ക്രീൻഷോട്ട് എടുത്തത്? അത് ആധികാരികമാണോ എന്ന കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് പ്രധാനമായി എൻ പ്രശാന്ത് ഉന്നയിക്കുന്നത്. ഇതുവരെ സർക്കാർ ഇക്കാര്യത്തിന് മറുപടി നൽകിയിട്ടില്ല. നേരത്തെ ഈ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. അതായത് തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്നു, തന്നെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കാനായുള്ള ആസൂത്രിതമായ നീക്കം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ഇതിന് ഒപ്പമാണ് ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ അക്കാര്യത്തിൽ വ്യക്തത തേടിക്കൊണ്ട് പ്രശാന്ത് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ സർക്കാർ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് പ്രതികരണങ്ങൾ നടത്താൻ പോകുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.